പുഷ്പം മാത്രം. ഒരക്ഷരം ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്യാം സാറിനൊരു വലിയ നമസ്കാരം, കാലിൽ തൊട്ട് നമസ്കരിക്കും. കാരണം വാട്ട് എ കമ്പോസിഷൻ. സെക്കൻഡ് നമ്മുടെ ടോപ്പ് ബാൻഡ്. നിങ്ങൾ എന്നെ ഏതോ ലോകത്തുണ്ട്. തേർഡ് ഫ്രാൻസിസിന്റെ ആ സോളോ പീസ് എക്സലന്റ്, അസാധ്യമായിരുന്നു. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഈ ലവ് സോങ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഈ വിരലിലെണ്ണാവുന്ന പാട്ടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഓർമ്മതൻ വാസന്ത നന്ദനത്തൊപ്പി. ശ്യാം സാർ, ഒരു വാക്കും പറയാനില്ല. എനിക്ക് വയ്യ ഇതിനെപ്പറ്റി പറയാൻ. ഇത്രേ ഉള്ളൂ. ശ്യാം സാറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ജീസസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മോനെ, മോൻ പാടി, പക്ഷെ മോനെ ഇന്ന് ശബ്ദത്തിന് ഇത്തിരി ഇടങ്കേറുണ്ടായിരുന്നു. മോൻ പാടിയപ്പോഴത്തേക്ക് കുറച്ച് സ്ക്രാച്ചസും അവിടെ ഇവിടെ എത്തുന്നില്ല. പക്ഷേ മേളിലത്തെ വ്യോമാന്തരത്തിലെ അതൊക്കെ ഉണ്ടല്ലോ, അത് മനോഹരമായിരുന്നു. കുറേ പോർഷൻസ് വന്നായിരുന്നു. എങ്കിലും മോൻ യു ആർ സ്ട്രഗിളിങ്. ഈ പാട്ട് ശരിക്കും പാടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരുന്നു മോൻ. ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കണം. ആ ഡെയ്സി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ദാസരൻ പാടുമ്പോൾ ശരിക്കും ഡെയ്സി എണ്ണീറ്റ് ഓടി വരും. അത്ര ഒരു സുഖമാണ്. കുറച്ചുകൂടെ ഫീല് കൊണ്ടുവരാം. എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇങ്ങനൊരു മനോഹരമായ ഒരു സൃഷ്ടി മലയാളികൾക്ക് തന്നതിന് നന്ദി. മക്കളെ, മില്ലനെ ഉഗ്രം പാട്ട് മക്കളെ. ഞാനിപ്പോൾ അതാ ശ്യാം സാറിനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കുറേ സന്തോഷം. സാറിൻ്റെ ഒരു പാട്ട് പ്രത്യേകിച്ച് എന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്ന സാറാണ്. കാരണം ഒരു ദിവസത്തിൽ ഒരു 10 തവണയെങ്കിലും സംസാരിക്കാത്ത ദിവസങ്ങളില്ല ചരിത്രങ്ങളുണ്ട് ശ്യാം സാറുമായിട്ട്. അദ്ദേഹത്തിന് ഹെൽത്ത് നന്നായിരിക്കട്ടെ, അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ടോപ്പ് ബാൻഡ്, ഒന്നും പറയാനില്ല. നിങ്ങളെ എല്ലാവരും കൂടെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. സഹിക്കാമെങ്കിൽ സഹിച്ചു. അപ്പം മക്കളെ കുഞ്ഞ്, നിനക്ക് ഈ ശബ്ദം സ്ക്രാച്ച് വരുമോ എന്നുള്ള ഒരു ഭീതി നിന്നെ പാട്ട് മുഴുവൻ പിന്തുടരുന്നുണ്ടായിരുന്നു. എവിടെ പൊട്ടിത്തെറിക്കുമെന്ന് മോൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുക. അത് ഈ എല്ലാ തുടക്കവും, ഇപ്പോൾ പല്ലവിയാണെങ്കിലും അനുപല്ലവിയാണെങ്കിലും ചരണമാണെങ്കിലും ഒരു തുടക്കം എപ്പോഴും അതൊരു കുഴപ്പത്തോടെ അത് തുടങ്ങിയിട്ടുള്ളത്. അത് കുഴപ്പമില്ല മക്കളെ. ശ്യാം സാർ നമസ്കാരം. സാറിൻ്റെ പാട്ട് ഇപ്പോൾ ഇവിടെ ഒരു മോൻ പാടി, ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ. എന്താ കമ്പോസിഷൻ. ഞാനും ഇപ്പം ശരത്തുമായിട്ടിരുന്ന് പറയായിരുന്നു. ഓർമ്മയുണ്ടോ ശ്യാം സാറിന്? ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഈ പാട്ട് ഒരു മോൻ പാടിയപ്പോൾ സാറിൻ്റെ ആ കമ്പോസിഷനെ കുറിച്ചും അതിൻ്റെ BGMസിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ വാചാലമായിട്ട് ഞാനും ശരത്തും ഇപ്പോഴും ഞാൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിളിച്ചേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിനെ വിളിച്ചതാണ്. സാറിന് ഒരു പാദ നമസ്കാരം. നമസ്കാരം. അതെ, ഡെയ്സി. ശരത്തിൻ്റെ കൊടുക്കാം. சார் நமஸ்காரம் சார். ஷரத் பேசுறேன் சார். நீங்க சௌக்கியமா இருக்கீங்களா சார்? உங்க பாட்டு தான் பாடினாங்க. ரொம்ப அற்புதமான ஒரு காம்போசிஷன் சார். நாங்க சொல்ல தேவையில்லை. ரொம்ப ரொம்ப பிரமாதம் சார். அசாத்தியம். சார் பிரான்சிஸ் அப்படின்னு ஒருத்தர் சோலோ வேல் வாசிச்சார். ரொம்ப பிரமாதமா வாசிச்சாரு சார். ஆமா, கொச்சின் சார். வெரி குட், கங்க்ராச்சுலேஷன்ஸ் சொல்லுப்பா. கண்டிப்பா சார். தேங்க்யூ சார். நீங்க ஹெல்த் பாத்துக்கோங்க சார். தேங்க்யூ சார். தேங்க்யூ മക്കളെ. അപ്പം അതേ ഉള്ളൂ. ശരത്തങ്ങൾ പറയാം. മോന ശബ്ദത്തിൽ ആ ഒരു സ്ക്രാച്ച് പേടിച്ച് പാടിയതുകൊണ്ട് ഉള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. അല്ല, നീ ആ ടോപ്പ് പോർഷനൊക്കെ ഉഗ്രമായിട്ട് പാടി മക്കളെ കേട്ടോ. അത് വളരെ മനോഹരമായിരുന്നു. ഇതൊക്കെ അങ്ങ് മാറും. കൂളായിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ചക്രേ, ലവ് യു ടു സർ. എന്ത് നല്ല സെലക്ഷനാ. അപ്പൊ അച്ഛനൊരു വലിയ ഹാറ്റ്സ് ഓഫ് കേട്ടോ. ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്ത് വന്നു. പിന്നെ മോനെ അണ്ണന്മാർ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ചില സ്ഥലങ്ങളിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ മുകളിലോട്ടൊക്കെ പോകുന്ന ആ വ്യോമാന്തരം അതൊക്കെ മോൻ നന്നായിട്ട് പാടി. ശരിക്കും പറഞ്ഞൊരു ഓർക്കസ്ട്രൽ കോമ്പസിഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രേംസസ് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ ഭാഗം അടി ഉറപ്പാണ്.
പ്രേമോദാരനായ പ്രേംസിസ്. പ്രേംസിന്റെ വയലൻസ് സ്ട്രിങ് സെക്ഷൻ എൻറ്റയർലി എല്ലാവരും വർക്ക് ചെയ്യുന്ന പാട്ടുകൾ കാണുമ്പോൾ തന്നെ ഒരു ചന്തമാണ് അല്ലേ. സാധാരണ രാജസാറിന്റെ പാട്ടുകൾ അങ്ങനെ നമ്മൾ കാണുന്നത് എല്ലാവരും ബിസി ഡൂയിങ് സംതിങ് എവറി ടൈം അല്ലേ. അറ്റ് എനി മൊമെന്റ് എല്ലാ ആർട്ടിസ്റ്റും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. മോനെ താങ്ക് യു സോ മച്ച് കേട്ടോ. മോനെ ഇനിയും അല്ല, മോൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന പാട്ടുകൾ അമേസിംഗ് ആണ്, അത് പറയാതെ വയ്യ. ആ ചോയ്സസ് ഇസ് ഓൾവേസ് ഗുഡ്. ഇനി ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കറക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മോൻ ശ്രദ്ധിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇവിടെ ഇരുന്നിടത്തുനിന്ന് ഒരു കസേരയിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും BGM ഒക്കെ ആയപ്പോൾ പതുക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പറക്കുന്ന പോലെയൊക്കെ നമുക്ക് പാട്ട് തീരാറായപ്പം പിന്നെ അവിടെ ഇരിക്കണം, മേലെ കീഴെ വരണില്ല. ടോപ്പ് സിംഗർ അതിന് മേലെ തൂങ്ങി കിടക്കുവാ ഞാൻ. പാട്ട് തീർന്നത് നന്നായി. മക്കളെ എടാ, ഞാൻ ഒന്നും മക്കളെ കുറിച്ച് പറയുന്നില്ല, കാരണം എന്താന്ന് വെച്ചാല് കേട്ടോ